ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത IPL വേണ്ടിയാണ്. അടുത്ത പ്രാവശ്യം മെഗാ ഓപ്ഷനാണ്. അതുകൊണ്ട് എല്ലാ താരങ്ങളും പുതിയ ടീമിലേക്ക് ചേക്കേറും. എല്ലാ IPL ടീമുകളും അടിമുടി മാറുകയാണ്. ഇപ്പോഴിതാ ഓരോ ടീമുകളും വലിയ താരങ്ങളെയാണ് ടീമിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇന്ന് പുറത്തു വന്ന IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിന് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. ഡുപ്ലസി അടുത്ത പ്രാവശ്യം ഉണ്ടായിരിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഡുപ്ലസിക്ക് ഏജായി, അതുകൊണ്ട് ഒരു പുതിയ താരത്തെ ക്യാപ്റ്റനാക്കാനാണ് RCBയുടെ പദ്ധതി. RCBക്ക് ഇപ്രാവശ്യം ഇന്ത്യൻ താരത്തെ ആവശ്യമാണ്. അതുകൊണ്ട് RCB ടീം ബുംറയെ സമീപിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ബുംറയ്ക്ക് മുംബൈ ടീമിന്റെ ക്യാപ്റ്റനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്താണ് പാണ്ഡ്യയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത്. അത് ബുംറയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് RCB ബുംറയെ തിരിച്ചു വിളിച്ചാൽ ബുംറ പോകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിന്റെ പുതിയൊരു ക്യാപ്റ്റനായിരുന്നു പാണ്ഡ്യ. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ ടീം നാണം കെട്ടു, അവസാനമാണ് ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ മുംബൈ ടീമിൽ വീണ്ടും ക്യാപ്റ്റൻസി മാറ്റം വരികയാണ്. ഇപ്രാവശ്യം രോഹിത് ശർമ്മയെ തന്നെ തിരിച്ച് ക്യാപ്റ്റനാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പാണ്ഡ്യയെ മുംബൈ ടീം റിലീസ് ചെയ്യുകയാണ്. പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റുക മാത്രമല്ല, പാണ്ഡ്യയെ ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയാണ്. IPL 2025 രോഹിത് ശർമ്മ തന്നെയായിരിക്കും മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജുവുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന് വലിയ ഓഫർ നൽകിയിരിക്കുകയാണ് CSK ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനമാണ് സഞ്ജുവിന് കൊടുത്തിരിക്കുന്നത്. ധോണി അടുത്ത IPL കളിക്കാൻ സാധ്യത കുറവാണ്. ധോണിക്ക് ശേഷം CSK ടീമിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ്. അതുകൊണ്ട് സഞ്ജുവിനെ ഏറ്റെടുക്കാനാണ് CSKയുടെ പദ്ധതി. സഞ്ജുവിന് വലിയ ഓഫറാണ് നൽകിയിരിക്കുന്നത്. സഞ്ജു രാജസ്ഥാൻ ടീം വിട്ട് പോകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. CSK പോലെ ഒരു വലിയ ടീമിലേക്ക് വിളിച്ചാൽ സഞ്ജു പോകാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.